മനുഷ്യർ മാത്രമല്ല, ആത്മാക്കൾ എന്ന് പറയുന്ന മൃഗങ്ങൾ, സർപ്പരക്ഷസുകൾ, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ വരാറുണ്ട്. സർപ്പരക്ഷസ്, മാർജാരക്ഷസ്, അത് ചിലപ്പോൾ മൃഗങ്ങളായിരിക്കാം സംഭവിക്കണേ. അപ്പോൾ നമ്മൾ പറയണത് ആ മരണം അവിടെ കടന്നുപോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ജീവിയുടെയും ഏതാണ്ട് ഇതേപോലെ തുല്യ സമയമായിട്ടുണ്ടാവാം. ശരി, ജാതകത്തിൽ ഗുളികൻ വന്ന പ്രശ്നമാണോ? ഗുളികൻ ഒരു പ്രശ്നക്കാരനാണോ? ഗുളികനെ കുറിച്ച് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവണൻ്റെ ഭാര്യ പ്രസവിക്കാൻ നേരത്ത് ഇന്ദ്രിയത്തിൻ്റെ പ്രസവ സമയം വരുമ്പോൾ ഗ്രഹങ്ങളെയെല്ലാം ഉത്തമ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടിട്ട് ഭാര്യയുടെ പ്രസവം നടത്തി എന്നാണ് പറയണത്. അതായത് ഗ്രഹങ്ങളൊക്കെ ഉത്തമ സ്ഥാനത്ത് നിന്ന് യാതൊരു ആപത്തും കുട്ടിക്ക് ഉണ്ടാവാത്ത രീതിയിൽ ഗ്രഹങ്ങളെ ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ടാണ് ആ പ്രസവം നടക്കണം എന്നാണ് നമ്മൾ പുരാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിക്കണേ. അതിപ്പോൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കുട്ടികളുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് സിസേറിയൻ നടക്കാൻ നേരത്ത് ജ്യോത്സ്യന്മാരെ സമീപിച്ചുകൊണ്ട് ഗ്രഹനില എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഡെലിവറി നടത്താറുണ്ട്. ഇപ്പോൾ ഡോക്ടർമാർ തന്നെ പറഞ്ഞു വിടാറുണ്ട്, ജ്യോത്സ്യനെ കണ്ട് സമയം കുറിച്ച് കൊണ്ടുപോകാൻ നമുക്ക് എടുക്കാറുണ്ടെന്നാണ്. അത് ശരിക്കും വലിയ പ്രായോഗികമായ കാര്യമൊന്നുമല്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ദൈവം നിശ്ചയിക്കുന്ന ഒരു സമയം നമുക്കുണ്ട് ജനിക്കാൻ, അതിങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണം ചെയ്യും. അത് നമുക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്. ഈ രാവണന്റെ ഈ ഭാര്യയുടെ പ്രസവ സമയത്ത് എല്ലാ ഗ്രഹങ്ങളെയും രാവണൻ ഇന്നിപ്പോൾ നമ്മൾ സിസേറിയന് വേണ്ടി തയ്യാറാക്കണോ എല്ലാം റെഡിയാക്കി നിർത്തിയതിന് ശേഷം ഭാര്യ പ്രസവിക്കുമ്പോഴാണ് എൻ്റെ അഷ്ടമത്തിൽ ഗുളികൻ ഉദിക്കണതാണ്. അങ്ങനെയാണ് ഗുളികൻ ഉദിക്കുന്നത്. ഗുളികൻ ശനിയുടെ പുത്രൻ എന്ന് പറയുന്നത്. ഗുളികൻ ഉദിക്കുമ്പോഴാണ് അഷ്ടമത്തിൽ ഗുളികൻ വരുമ്പോൾ ആയുധം കൊണ്ട് മരണം എന്ന് പറയുമ്പോൾ ഇത്രയും തയ്യാറാക്കിയിട്ട് പോലും ആ വിധി അവിടെ നടപ്പായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോഴും നമ്മൾ പറയാറ് ഡോക്ടർക്ക് വിട്ടുകൊടുക്കുക, ഡോക്ടറാണ് ദൈവം. ഡോക്ടർ ആ സ്ത്രീയുടെ അവസ്ഥ അനുസരിച്ച് ഏത് സമയത്ത് വേണം സർജറി നടത്താൻ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത്. നമ്മളവിടെ മുൻകൂട്ടി എന്ത് എഴുതി കൊടുത്താലും ആ സമയത്ത് നടന്നോളണം എന്നില്ല. നമ്മൾ എഴുതി കൊടുക്കുന്ന സമയം അത് നമ്മൾ ഈ തല്ലി പഴിപ്പിക്കുന്നതിന് തുല്യമായിട്ട് വരുന്നുണ്ട്. ശരിക്കും അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഡോക്ടർക്ക് വിട്ടുകൊടുക്കുക, ഡോക്ടർ സൈഡ് തീരുമാനിക്കുന്ന സമയത്ത് അവിടെ ഡെലിവറി നടക്കണം എന്നുള്ളതാണ് ചെയ്യുന്നത്. ഡോക്ടറാണ് ദൈവം. അപ്പോൾ അങ്ങനെയാണ് ഗുളികൻ്റെ ഉത്ഭവത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്. നമ്മൾ അറിയുന്ന പുരാണങ്ങളിൽ പറയുന്നത് അങ്ങനെയാണ്. ഈ ഗുളികൻ എന്ന് പറയുന്നത് 12 രാശിയിൽ ഏതെങ്കിലും ഒരു രാശിയിൽ ഗുളികൻ വരും. 12 രാശിയിലെ ഈ നവഗ്രഹങ്ങളും ഗുളികനൊക്കെ ഈ രാശിയിൽ വരാണ്ടിരിക്കാൻ പറ്റില്ല. ചില സ്ഥാനങ്ങളിൽ ഗുളികൻ 11 ഗുളികൻ വന്ന രാജ്യവും എന്നൊക്കെ പറയാറുണ്ട്. 11 ലഗ്നത്തിൽ തനിച്ച് വേറെ ഗ്രഹങ്ങളുടെ ഒന്നും ഇല്ലാണ്ടൊക്കെ വന്നാൽ നല്ല യോഗങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഗുളികൻ വന്ന യോഗമാണ്, ചില സ്ഥലങ്ങളിൽ ഗുളികൻ വന്ന ദോഷമാണ്. ഗുളികൻ വരുമ്പോൾ ആ ഭാവത്തിനെ നശിപ്പിക്കുന്നതാണ് സാധാരണ പറയാറ്. എന്നാലും ഗുളികന് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷത്തിൻ്റെ ആധിക്യം കുറയും. ഗുളികന് പ്രാധാന്യം കൂടുതൽ, ജാതകത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വരുന്നത് പ്രശ്നത്തിലാണ്. പ്രശ്നത്തിൽ നമ്മളൊരു പ്രശ്നം എടുത്ത് നോക്കുമ്പോൾ അവിടെ ചില ദോഷങ്ങൾ കാണും. അപ്പോൾ പ്രശ്നത്തിൽ ചില ബാധാരാശികൾ എന്ന് പറഞ്ഞ രാശികളുണ്ട്. ഇപ്പോൾ ചരരാശിക്കാണെങ്കിൽ 11, അതുപോലെ സ്ഥിരരാശിക്കാണെങ്കിൽ എൻ്റെ 9ാം ഭാവം, അവർ ഉഭയരാശിക്കാണെങ്കിൽ എൻ്റെ 5ാം ഭാവം, അല്ല ഉഭയരാശിക്കാണെങ്കിൽ എൻ്റെ 7ാം ഭാവം. ഇങ്ങനെ ഓരോ രാശിക്കും ബാധാരാശിയൊക്കെ പറയാറുണ്ട്. ആ രാശിയിൽ ഗുളികൻ വരാണെങ്കിൽ നമ്മൾ പിതൃബാധാദോഷം എന്ന് പറയാറുണ്ട് ശരിക്കും. അതുപോലെ സൂര്യൻ്റെ ചില ക്ഷേത്രങ്ങളിൽ ഗുളികൻ വരുമ്പോഴും നമ്മൾ പിതൃബാധാദോഷം പറയാറുണ്ട്. അപ്പോൾ ഗുളികൻ എന്ന് പറയുമ്പോൾ പൊതുവെ എൻ്റെ ഒരു തെറ്റാണോ എന്നറിയില്ല എങ്കിലും പ്രേതമാണ് ഗുളികൻ എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചേക്കുന്നത്. അതെ, അല്ല അതാണ് പ്രേതം എന്ന് വെച്ചാൽ നമ്മൾ പിതൃ എന്ന് പറയുന്നതാണ്, പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ പിതൃദോഷം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന പ്രേതത്തിനെ ശുദ്ധീകരിക്കുമ്പോഴാണ് പിതൃ ആവണത് ശരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വിചാരം, സങ്കല്പം. അപ്പോൾ പ്രേതത്തിന് ശരിയായ ശുദ്ധി വരുത്താണ്ട് വരുമ്പോൾ അത് പ്രേതമായിട്ട് അലഞ്ഞു നടക്കുകയും പിതൃ ആവാണ്ടിരിക്കുകയും ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ജാതക പ്രശ്നത്തിലെടുത്ത് നോക്കുമ്പോൾ 4, 8 ഭാവങ്ങളിലൊക്കെ അല്ലെങ്കിൽ ബാധാരാശിയിലൊക്കെ ഗുളികൻ വരാണെങ്കിൽ അവിടെ പ്രേതാവസ്ഥയിലുള്ള പിതൃ മരിച്ച ആത്മാവ് അവിടെ അലഞ്ഞിരിക്കുന്നുണ്ടെന്നും ആ ആത്മാവിൻ്റെ ദോഷവും കൊണ്ട് നമുക്ക് ചില ദോഷങ്ങൾ ഉണ്ടാവണമെന്നൊക്കെ നമുക്ക് പ്രശ്നത്തിൽ പറയാൻ പറ്റും. ജാതകത്തിൽ ശരിക്കും അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ജാതകത്തിൽ ചിന്തിക്കുന്ന ആ ഭാവത്തിന് ദോഷം വരുന്നു. അത് ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ആ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ചില പിതൃക്കളുടെ ഗുണദോഷങ്ങളായിരിക്കും ചിലപ്പോൾ അതിനകത്ത് കാണിക്കുന്നുണ്ടാവുക. ജാതകത്തിൽ പ്രശ്നത്തിലാണ് നമ്മളിങ്ങനെ പ്രേതബന്ധങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ രാശി എടുത്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഒരു വീടിൻ്റെ അപ്പുറത്ത് ദുർമരണം നടന്നതായിട്ട് രാശിയിൽ കാണണമല്ലോ എന്നൊക്കെ ചിന്തിക്കണേ. ഈ ഗുളികനെ വെച്ചിട്ടാണ് ചിന്തിക്കണേ. അത് ശരിയായിരിക്കും, മിക്കവാറും ശരിയാവാറുണ്ട്. അത് ആ രാശിക്ക് ഗുളികൻ്റെ രാശിക്ക് എന്താണ് ചില ബന്ധം വരണനുസരിച്ചിട്ട് വെള്ളത്തിൽ വീണ് മരിച്ച ഒരു പ്രേതത്തിൻ്റെ ബന്ധമുണ്ട്, അഗ്നി കൊണ്ട് മരിച്ച പ്രേതത്തിൻ്റെ ബന്ധമുണ്ട് എന്നൊക്കെ പറയണത് നമ്മൾ ഈ ഗുളികനെ വെച്ചിട്ടാണ് പ്രേതങ്ങളെ ചിന്തിക്കുന്നത്. പ്രേതങ്ങളെ മാത്രമല്ല, ഈ ഗുളികൻ ശുക്രൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രഹ്മരക്ഷസിനെയും പറയാറുണ്ട്.
ബ്രഹ്മരക്ഷസിൻ്റെ ദോഷം കൊണ്ടാണ്. വീട്ടിൽ കലഹമൊക്കെ ഉണ്ടാവും, ചില വീട്ടിൽ നിരന്തരം കലഹങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുന്നവരുടെ രാശിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ശുക്രന് 4ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് കുളിയൻ്റെ ബന്ധം ഉണ്ടെങ്കിൽ അവിടെ ബ്രഹ്മരക്ഷസിൻ്റെ പ്രശ്നം കൊണ്ടിട്ട് അവിടെ കലഹം ഉണ്ടാവും. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ പത്മവട്ട നീതിയൊക്കെ കൊടുക്കാനാണ് എഴുതി കൊടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാവാറുണ്ട്. ശുക്രനും വ്യാഴത്തിനും കുളിയൻ്റെ ബന്ധം വരുമ്പോൾ അത് ബ്രഹ്മരക്ഷസായിട്ടാണ് മാറുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള ബ്രഹ്മരക്ഷസുകളാണത്. അപ്പോൾ പ്രേതമായിട്ട് മാത്രമല്ല, ഇങ്ങനെ എന്തായാലും മരിച്ചുപോയ ഒരു ആത്മാവിനെ അല്ലെങ്കിൽ ആ സംഭവത്തിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ചിന്തിക്കുന്നത്. ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നതും പൂർവികമായിട്ട് മരിച്ചുപോയ ഒരു ബ്രാഹ്മണരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കർമ്മകാര്യങ്ങൾ ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാരുടെ ദോഷങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രേതത്തിനെയും ചില സമയത്ത് ഗുളികനെ കൊണ്ട് സർപ്പത്തിനെയും ചിന്തിക്കാറുണ്ട് രാശിയിൽ. അതാണ് അപ്പോൾ പ്രേതങ്ങളെ ആയിട്ട് ഇപ്പോൾ പൊതുവേ ഗുളികൻ എന്ന് പറഞ്ഞാൽ പ്രേതം എന്നുള്ളൊരു ധാരണ അങ്ങനെയാണ് വന്നു പെട്ടത്. പ്രേതങ്ങളെയും ചിന്തിക്കാറുണ്ട്, പിന്നെ നമ്മൾ ഈ ചാത്തനെയൊക്കെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ മൂർത്തികളെ ചിന്തിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, പിന്നെ നാഗങ്ങളെയും ചിലപ്പോൾ ഗുളികനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇതൊക്കെ ഗുളികനെ കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഗുളികന് കൂടുതലും പ്രസക്തി വരുന്നത് പ്രശ്നങ്ങളിൽ വരുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജാതകത്തിൽ ഗുളികനുണ്ടെങ്കിലും ആ ഭാഗത്തിന് ചെറിയ ദോഷമുണ്ടെന്നല്ലാണ്ട് ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാറ്. കാര്യമായിട്ട് പ്രസക്തി കൂടുതലും പ്രശ്നത്തിലായിരിക്കും ഗുളികൻ്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ ഗുളികൻ്റെ ദോഷം ഉണ്ടെങ്കിൽ നമ്മൾ പിതൃക്കൾക്ക് വഴിപാട് ചെയ്യാൻ പറയാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില രാശി അനുസരിച്ച് നോക്കുമ്പോൾ ഈ ചില രാശി 4 രാശിയൊക്കെ ആണെങ്കിൽ മൃഗങ്ങൾ മരിച്ചു പോയതിൻ്റെ പ്രേതങ്ങളും അവിടെ ഉണ്ടാവാറുണ്ട്. മനുഷ്യർ മാത്രമല്ല, ആത്മാക്കൾ എന്ന് പറയുന്നത് മൃഗങ്ങൾ, സർപ്പരക്ഷസുകൾ, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ വരാറുണ്ട്. സർപ്പരക്ഷസ്, മാർജാര രക്ഷസ്, ഗോരക്ഷസ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഗുളികൻ്റെയും ശുക്രൻ്റെയൊക്കെ ചില ബന്ധങ്ങളെ വെച്ചിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, രാശിയുടെ ബന്ധം വെച്ചിട്ട് പറയാറുണ്ട്. അത് മിക്കവാറൊക്കെ ശരി തന്നെയായിട്ട് വരാറുണ്ട്. പിന്നെ പറയോ ലഗ്നത്തിൽ തന്നെയാണ് ഗുളികൻ വന്നെങ്കിൽ ഇയാൾക്ക് വീഴ്ച പതനമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം അയാളുടെ രാശിയിൽ 4 ഗുളികനെ കണ്ടാൽ നമ്മൾ പറയാറുണ്ട് നടുമുറ്റത്ത് ശവം എന്ന് പറയാറുണ്ട്. ഈ ജ്യോത്സ്യന്മാരുടെ ഒരു പ്രധാന ഒരു സൂചകമാണ് ഗുളികൻ. ഗുളികനെ പിടിച്ചൊരു രാശി മുഴുവനും പറയാൻ പറ്റും, ഒരു പ്രശ്നരാശി പറയാം. 4 ഗുളികൻ നിന്ന് നമുക്ക് പറയാം നടുമുറ്റത്ത് ശവം എന്ന് വെച്ചാൽ അയാളൊരു മരണം കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. മരണം ഉണ്ടാവുന്നില്ല, അയാളുടെ മുമ്പിൽ ഒരു മരണം നടന്നിരിക്കാം, കാണാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റും. അഷ്ടമത്തിലാണ് ഗുളികൻ വന്നെങ്കിൽ ഈ പ്രശ്നം വെച്ച ആൾക്ക് ആപത്തുണ്ടാവാം, മരിക്കണം എന്നല്ല, ആപത്തുണ്ടാവാം. അവിടെ വേഴമൊന്നും അനുകൂലം. അപ്പോൾ അവിടെ പ്രേതം മാത്രമല്ല നമ്മളെയും ബാധിക്കും. ഗുളികനെ കൊണ്ട് പ്രേതത്തിനെ മാത്രമല്ല ചിന്തിക്കണേ. അഷ്ടമത്തിൽ ഗുളികൻ വന്നാൽ ആരുടെ പ്രശ്നമാണോ എടുത്തത് അയാൾക്ക് അപകടങ്ങളും മരണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വേഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ, ശുഭദൃഷ്ടിയും ശുഭയോഗമൊക്കെ ഉണ്ടെങ്കിൽ മരണം മുന്നിലൂടെ കടന്നു പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റും. മരിക്കണം എന്നില്ല, ചിലപ്പോൾ വീഴാം, മരണം മുമ്പിൽ കാണാനായിട്ട് അപകടങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഗുളികൻ എന്ന് പറഞ്ഞാൽ പ്രേതം മാത്രമല്ല, അവനവന് വരാൻ പോകുന്ന വലിയ ആപത്തുകളെയും ഗുളികനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ സാർ ഈ പറഞ്ഞപ്പോഴാണ് മൃഗങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. ഇപ്പം നമ്മുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങൾക്ക് എന്തെങ്കിലും പറ്റി അത് മരിച്ചു പോയെന്ന് കരുത്, അത് നമുക്ക് വരേണ്ടിരുന്നൊരു ദോഷം തീർന്നു പോയതാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണോ? അപ്പോൾ അതിലും ഒരു പരിധിവരെ ശരിയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് 108 മരണങ്ങളാണ് ഒരു മനുഷ്യന്, 108 മരണ സാധ്യതകളാണെന്ന് പറയാറുണ്ട്. 108 ഒരു ജീവിതത്തിൽ ഉണ്ടാവും. അതിൽ ഒരു മരണം എന്ന് പറയുന്നത് അരിയത്യ മരണം, അതങ്ങനെ നടക്കും. അല്ലാണ്ട് കാലദോഷം കൊണ്ട്, സ്ഥലദോഷം കൊണ്ട്, സർപ്പശാപം, ഗുരുശാപം, പിതൃശാപം, അങ്ങനെയുള്ള പ്രശ്നങ്ങളും കൊണ്ട് ചിലപ്പോൾ നമുക്ക് ദോഷം ഉണ്ടാവാം. ചില ആൾക്കാരുടെ മരണം അടുത്തെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ ചിലപ്പോൾ ആ വീട്ടിൽ വേറൊരു മരണം ഉണ്ടാവാം. അത് ചിലപ്പോൾ മൃഗങ്ങളായിരിക്കാം സംഭവിക്കണേ. അപ്പോൾ നമ്മൾ പറയണത് ആ മരണം അവിടെ കടന്നുപോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ജീവിയുടെയും ഏതാണ്ട് ഇതേപോലെ തുല്യ സമയമായിട്ടുണ്ടാവാം. അല്ല ഇയാളുടെ മാത്രമല്ല, അവിടെ ഒരു മരണം ആ വീട്ടിൽ, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് വസുപഞ്ചക ദോഷം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ 5 മരണം നടക്കണം എന്നൊക്കെ പറയാറ്. അവിടെ അതിൻ്റെ തീവ്രത പറയുകയാണെങ്കിൽ 5 മൃഗങ്ങളൊക്കെ ആയിട്ട് മരിച്ചു പോകും, അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ. 5 ഒരു വീട്ടിൽ ഒരു മരണത്തിന് ശേഷം 5 മരണമൊക്കെ നടക്കുന്ന കാണാറുണ്ട് വസുപഞ്ചക ദോഷം. അത് ഒരുപാട് ഘടകങ്ങൾ ചേരുമ്പോഴേ വസുപഞ്ചക ദോഷങ്ങൾ വരുന്നുള്ളൂ. അതിന് വളരെ സാധ്യത കുറവാണ്. അതായത് നക്ഷത്രം, തിഥി, രാശി സന്ധി, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ചേർന്ന് വന്നാൽ വസുപഞ്ചക ദോഷം അവിടെ വരുന്നുള്ളൂ. പക്ഷേ അത്ര അല്ലെങ്കിൽ ഭാഗിക ദോഷം അവിടെ വരും, കുറച്ച് വരും. അപ്പോഴാണ് ആ വീട്ടിലെ മൃഗങ്ങളൊക്കെ മരിച്ചു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുന്നത്. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ
ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.